മുഴങ്കാലം മടങ്ങുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, നമ്മൾ ഇരിക്കുന്ന നടുവിൽ വന്നിരിക്കുന്ന യേശുവിന്റെ പ്രത്യേകത, 3 ലോകം മുഴങ്ങാൻ മടക്കുവാൻ യോഗ്യമായ നാമം. തനതായൊരു ഭാഷയുണ്ട്. 3/4 ചക്രത്തിന്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് മുക്കുവണ്ണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3 or 4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തുന്ന ഒരു കുട്ടി ദൈവത്തിന്റെ മുൻപിലല്ല ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ മുൻപിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അന്തസ്സും അഭിമാനവും തോന്നുന്നവരുണ്ടെങ്കിൽ ഉറങ്ങാത്തവർ കേൾക്കട്ടെ. കരമൊന്ന് ചേർത്തടിച്ചിട്ട് പറയണം, യേശുവിന് പകരം വെക്കാൻ മറ്റൊരു ദൈവം ഉലകത്തിലില്ലെന്ന് പറയണമെന്ന്. എല്ലാ നാവും, അങ്ങനെ എല്ലാ നാവും പറയുന്നുണ്ട്. എല്ലാ നാവും അടുത്ത പദം യേശു. ഒരു പേരാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനല്ല എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്, അങ്ങനല്ല. യേശു പ്ലസ് ക്രിസ്തു സമം കർത്താവ്. അത് ഒളിച്ചു വായിച്ചാൽ യേശു ക്രിസ്തു കർത്താവ്. അത് ഭൂലോകത്തിൽ ഉള്ളവർക്ക് പരിചയപ്പെടാൻ കൊടുത്ത നാമമാണ് യേശു. അതായത് നമ്മളെ കല്ലൂരിക്കാർക്കും കടമ്പനാടുകാർക്കും അടൂർക്കാർക്കും നമുക്കൊക്കെ പരിചയപ്പെടാൻ കിട്ടിയ നാമമാണ് യേശു. യേശുവിന് 375 പേരുണ്ട് ബൈബിളിൽ. അതിൽ ഒരു പേരാണ് യേശു. അതാർക്ക് പരിചയപ്പെടാൻ കൊടുത്തത്? നമുക്ക് പരിചയപ്പെടാൻ തന്നതാണ്. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ നമുക്ക് പരിചയപ്പെടുന്ന നാമമാണ് യേശു. അപ്പൊ ഇനി അധോ ലോകത്തുള്ളവർ എന്തോ വിളിക്കുന്നത്? അധോ ലോകം എന്ന് പറഞ്ഞ ഏതാ? മുംബൈയിലെ മാഫിയ സംഘമല്ല. ആദാം മുതൽ യേശു ക്രിസ്തു വരെ മരിച്ചുപോയ ഭക്തന്മാർ പോയിരുന്നൊരു സ്ഥലമുണ്ട്. അതെവിടെ? 1-ാം പാതാളം. അതെവിടെ? ഭൂമിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 35 കിലോമീറ്റർ ക്രസ്റ്റ്, 2870 കിലോമീറ്റർ മാൻഡിൽ. 3ാമത്തെ ഭാഗമാണ് കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. 1ാമത്തെ ഭാഗത്തിനും 2ാമത്തെ ഭാഗത്തിനും ഇടയിലുള്ള 1-2 സ്ഥലങ്ങളിൽ ഉള്ളൊരു സ്ഥലമാണ് 1-ാം പാതാളം. അബ്രഹാമിന്റെ മടി എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. അവിടെയുള്ളവരാരാ? പഴയത്തിൽ മരിച്ചുപോയ യഹൂദന്മാരുടെ ആത്മാക്കൾ, അല്ലെങ്കിൽ നല്ലവരായ ആത്മാക്കൾ. അവരും ഇന്നുള്ള ഇസ്രായേലും ജീവിച്ചിരിക്കുന്നത്. ഇവര് യേശുവിനും നല്ല വിശ്വസിക്കുന്നത്. അവരിപ്പോഴും യേശുവിനെ വിശ്വസിച്ചിട്ടില്ലല്ലോ. അവർക്കിങ്ങനെ കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന, കല്ലടാവിൽ ഉദയം ചെയ്യുന്ന, കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന, കാൽക്കാശിന് വകയില്ലാത്ത, കാര്യമ്പാണിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ കർത്താവിനെ അവർക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അവര് വിചാരിക്കുന്നത് യഹൂദ ജാതിയുടെ ചിരകാല പ്രതീക്ഷിത മശിഹ. മശിഹ എന്ന് പറഞ്ഞാല് യോഹന്നാൻ 4 ശബരിശ്രീപത്തിന് മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു. യഹൂദന്മാരെ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെയാണ്, മശിഹയാണ്, അഭിഷിക്തനെയാണ്. പാതാള ലോകത്തുള്ളവരൊക്കെ അവൻ മശിഹയാണ്, ക്രിസ്തുവാണ്. നമുക്കവൻ യേശുവാണ്, അവർക്കവൻ ക്രിസ്തുവാണ്. ഈ സ്വർലോകത്തിൽ ഒരാളും യേശുവെ വിളിക്കാറില്ല, ക്രിസ്തുവെ വിളിക്കാറില്ല. 3ാമത്തെ പേരിനാ സാധ്യത. എന്തുവാ? കർത്താവ്. എവിടെ വാക്യം? കർത്താവ് എന്റെ കർത്താവിനോട്. സംഗീതം. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭരിക്കുന്നവൻ, ഉടമസ്ഥൻ. കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ലോകത്തെ ഭരിക്കാൻ അധികാരമുള്ളവൻ. സ്വർലോകത്തിൽ യേശുവിനെ കർത്താവായിട്ടാണ്. അതല്ലേ പറയാലേഖത്തിൽ യേശു ആരാ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പിന്നെ പാപികളുടെ പേര്. അടുത്ത വാക്ക് പറ. സ്വർഗത്തെക്കാൾ ഉന്നതൻ. സ്വർഗമാണോ വലുത്? ക്രിസ്തുവാണോ വലുത്? നമ്മുടെ കാറാണോ വലുത്? താക്കോലാണോ വലുത്?
നമ്മുടെ വീടാണോ വലുത്, താക്കോലാണോ വലുത്? വീടല്ലേ വലുത്, കാറല്ലേ വലുത്, സ്വർഗമല്ലേ വലുത്? പക്ഷെ മൂല്യം താക്കോലിന്. ഈ യോഗ കഴിഞ്ഞ് അങ്ങനെ ചെല്ലുമ്പം വലിയ ഇന്നോവ കിടക്കുന്ന താക്കോലില്ലെങ്കിൽ തള്ളിക്കൊണ്ട് ഓടി വരും. ആര് തള്ളാനാ വീട് വരെ അവിടെ കിടക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ വീടിന്റെ താക്കോലില്ലെങ്കിൽ അതിന്റെ ചുറ്റും നടന്ന് പട്ടി കുറയ്ക്കുന്ന പോലെ കരഞ്ഞോട്ട് കിടക്കാന്നല്ലാതെ അത് കയറാൻ പറ്റില്ല, തള്ളി കിടക്കേണ്ടി വരും. മൂല്യം താക്കോലിനാണെന്നേ. സ്വർഗം വലുതാണ്, മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലവും സ്വർഗാദി സ്വർഗമൊക്കെ വലുതാണ്. പക്ഷേ അതിനേക്കാൾ മൂല്യമുള്ള ഒന്ന് അവിടെയുണ്ട്. അത് തുറക്കുന്ന താക്കോൽ അവിടെയുണ്ട്. അതെന്താ യേശു പറഞ്ഞ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കള്ളത്താക്കോൽ അല്ലെന്ന്, എവിടെ ഇട്ടാലും തുറക്കുന്ന ഒരു താക്കോൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തെക്കാൾ ഉന്നതനായ ഒരു ദൈവത്തെ, ആരാ യേശു? കല്ലടാവിലോ കാലിത്തൊഴുത്തിലോ ജനിച്ച് 33 വർഷം ഭൂമിയിൽ ജീവിച്ച് വീട്ടിലും ശവക്കോട്ടയിലും പള്ളിയിലും വഴിയിലും കടലിലും കരയിലുമായി 6 സ്ഥലങ്ങളിൽ 35-ലേറെ അത്ഭുതങ്ങൾ ചെയ്ത് പാലസ്തീന്റെ മണ്ണ് മുഴുവൻ ഒരു മുഖം വെച്ച മൃഗത്തെ പോലെ ഇളക്കി മറിച്ച് കണ്ണിൽ കണ്ടവരെ, കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചു കൂടാതെ ദാനമായി ദാനകർമ്മങ്ങൾ, വിടുതലുകൾ നൽകി ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ഗെത്സമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 കോടതികളിൽ തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിക്കപ്പെട്ട് കുറ്റമൊന്നും ചെയ്യാതിരുന്നിട്ടും ക്രൂശിപ്പാൻ ഏൽപ്പിക്കപ്പെട്ട് പിലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി വരെ, ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ 220 പൗണ്ട് തൂക്കം വരുന്ന 8 അടി നീളവും 4 അടി വീതിയും വരുന്ന പച്ചപ്പൈമര കുരിശ് 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ലോകം തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിലേക്ക് നടത്തി 6 ഇഞ്ച് നീളമുള്ള 3 കാലിരുമ്പാണികളാൽ തൂങ്ങപ്പെട്ട് അരിമത്തേക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത അതാണ് യേശു. അതാണ് യേശു. അവിടം കൊണ്ട് യേശുവിന്റെ ചരിത്രം അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പണിക്ക് പുറപ്പെടത്തില്ലായിരുന്നു. എല്ലാ ആളുകളെയും പോലെ ഏതെങ്കിലും കല്ലറയിൽ അടക്കപ്പെട്ട തിരശീല വീഴ്ത്തിയ അന്ത്യം കുറിച്ച ഒരുവരെ പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നലെകളിലെ ചരിത്രം. ഇന്നവൻ കല്ലറകളിൽ ഒതുങ്ങിയവനല്ല, ഇന്നവൻ പുൽക്കൂട്ടിൽ ജനിക്കുന്നവനുമല്ല. ഡിസംബർ 25 കടലാസ് വിളക്കിൽ ജനിക്കുന്ന ഏപ്രിൽ 2-ാമത്തെ ആഴ്ചയിൽ സിമന്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിന്റെ കുരിശിൽ മരിച്ച ഒരു യേശുവിനെയല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മറിച്ച് കല്ലറയുടെ കവാട ബന്ധിത മഹാശിലാപ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്തുകൊണ്ട് കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെ കണക്കിന് ഭേദിച്ച് തോൽപ്പിച്ചുകൊണ്ട് മതങ്ങൾ കെട്ടിപ്പൊക്കിയ മതബന്ധങ്ങളെ തകർത്തുകൊണ്ട് ചരിത്രത്തിൽ ഇതപരിതമായ ഒരുപ്പൻ മാത്രം ഉയർത്തെഴുന്നേറ്റു. ഇന്നവൻ ജീവിച്ചിരിക്കുന്നു. എന്നാണ്ടൊരു ലോകത്തിൽ ഏതാണ്ടൊരു മുത്തശ്ശനെ പോലെ മുതുമുതുക്കനായി ആകാശത്തിന്റെ ഏതോ കോണിരിക്കുന്ന ഒരു കഥാരൂപത്തെ പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. 7 പൊൻനിലവിളക്കുകൾക്ക് നടുവിൽ നാളത്തെ പൊൻകച്ച കെട്ടിയവനായി 16-ാമത്തെ കൺവെൻഷന്റെ 3-ാമത്തെ രാത്രിയിലും തേജസ് വാരിച്ചെത്തിയവനായി എനിക്കും നിങ്ങൾക്കും നടുവിലൂടെ ഊരാവി നടക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു എന്ന ബോധ്യമുള്ളവനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നാളെകളിലേക്ക് അതാരാ? ഇന്നലത്തെ യേശു മരിച്ചു, ഇന്നത്തെ ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. നാളെ അവനാരാ? കർത്താവ്. അതാ അവിടെ താഴെ യേശു ക്രിസ്തു
കർത്താവ് എന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ഏറ്റുപറയൂന്നല്ല, ഏറ്റുപറയുമെന്നല്ല, പറയേണ്ടി വരും. അതല്ല അങ്ങനെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറായി. നമുക്കൊരു ആവേശത്തിലാണെങ്കിൽ കഴിഞ്ഞ 3-4 കൊല്ലം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ 2-3 ഫ്ലക്സ് ബോർഡുകൾ നമ്മളിവിടെ കണ്ടായിരുന്നു. ഒന്ന്, തുടരണം ഈ ഭരണം, LDF ആണ്. അടുത്തത്, തുടച്ചു മാറ്റണം ഈ ഭരണം, UDF ആണ്. അടുത്തത്, തുടങ്ങണം ഈ ഭരണം, അതാരാ? BJP. എല്ലാ പാർട്ടികൾക്കും അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് ഏത് പാർട്ടിയിലും വിശ്വസിക്കാം. വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിന്റെ ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. സത്യം, കല്ലുകുടിയിലെ BJP-ക്കാരോടും UDF-കാരോടും ഒക്കെ നിങ്ങൾ ചോദിച്ചു നോക്കണം, നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാ? ഏത് പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി ആരാ? പ്രധാനമന്ത്രി ആരാ? നമ്മുടെ കോൺഗ്രസ്സുകാരാണേലും കമ്മ്യൂണിസ്റ്റുകാരാണേലും ആരാണെങ്കിലും എന്താ, നമ്മുടെ പ്രധാനമന്ത്രി ആരാ? മാറ്റി പറയാനൊക്കെയില്ല, പറഞ്ഞാൽ വിവരറിയും. അതാണ് ഈ പറയുന്നത്. 10-30 കോടി യുക്തിവാദികൾ ലോകത്തിലുണ്ട്. യേശുവിന്റെ ദൈവത്വത്തെയും അസ്തിത്വത്തെയും അവജ്ഞയോടെ തള്ളിക്കളയുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. അച്ഛാ, നിങ്ങളുടെ ജ്ഞാനത്തോടൊന്നും എതിർക്കാനുള്ള കപ്പാസിറ്റിയും കപ്പാക്കുറ്റിയും ഞങ്ങൾക്കില്ലാന്ന് കൂട്ടിക്കോ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഒരു കാര്യം പറയാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെട്ട് ഗവർണറുടെ മുൻപാകെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി മിനിറ്റ്സിൽ ഒപ്പുവെക്കപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഏത് പ്രതിപക്ഷവും പറഞ്ഞേ പറ്റൂ അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന്. ഇതുപോലെ ക്രൂശിൽ മരിച്ച് യേശുവിനെ നിങ്ങൾക്ക് തള്ളാം കൊള്ളാം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കുറപ്പാ, ഇനി ഒരു വരവുണ്ട്. യേശു ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ ലോകം മുൾക്കിരീടം ധരിച്ച് കടത്തിവിട്ടവൻ പൊൻകിരീടധാരിയായി, ഇരുട്ടടയിൽ അടയ്ക്കപ്പെട്ടവൻ 1000 കോടി സൂര്യപ്രഭയോടുകൂടി ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കടം മറിക്കാതെ 5 കൊല്ലമല്ല, 1000 വർഷം യെരൂശലേമിൽ ഒരു കസേരയിട്ട് ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതിയും ദൈവാദി ദൈവവും രാജാദി രാജാവുമായ യേശുവിനെയാണെന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവൻ കസേരയിട്ട് കഴിയുമ്പോൾ ഇവിടുത്തെ സകല യുക്തിവാദികളും നിരീക്ഷകന്മാരും അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞേച്ചു നരകത്തിലേക്ക് പോകണം. എന്നാൽ ഇന്ന് 5 രൂപ വാടക കസേര ഇരുന്നുകൊണ്ട് നരകത്തിലേക്ക് പോകാതെ അവൻ കർത്താവാണെന്ന് അന്തത്തോടെ പറയുവാൻ ഭാഗ്യം ലഭിച്ചവർക്കോയി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടെ കരമടിച്ച് ആഘോഷത്തോടെ പറയണം, യേശു മാത്രമാണ് ഞങ്ങളുടെ കർത്താവ്. എന്റെ പ്രസംഗ വിഷയമായി പറഞ്ഞു എന്തുവാ? പ്രസംഗ വിഷയം എന്തുവാ? യേശു മാത്രം കർത്താവ്. സ്വത്രം കുറച്ചാലും വേണ്ടില്ല, പറഞ്ഞുകൊണ്ടിരിക്കണം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ഒന്ന് പറഞ്ഞു നോക്കിക്ക്. എന്താ കാര്യം? പകർന്ന തൈലമാണെന്ന് ഈ നാമം. അത് കല്ലൂരിലേക്ക് പോകട്ടെന്ന്, അപ്പുറത്തോട്ട് പരക്കെട്ടെന്ന്. ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിടുമ്പോൾ അതിന്റെ ഓളം കരയിലെത്തുകയില്ല, സറൗണ്ടിൽ ഒതുങ്ങും. കൂടെ കല്ലെടുത്തിട്ടാൽ കരയിൽ വരെ മുട്ടുന്നത് പോലെ 16ാമത്തെ കൺവെൻഷന്റെ 3ാമത്തെ രാത്രി സമാപനം കുറിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്ന ജനം മുഴുവൻ ആർപ്പിട്ടുകൊണ്ട് യേശു മാത്രമാണ് കർത്താവെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഒരു 10 കിലോമീറ്റർ സറൗണ്ടിലെങ്കിലും അധികാരമുള്ള പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ വേലിറക്കപ്പെടുകയും യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് വ്യാപരിക്കുകയും ചെയ്യട്ടെന്ന് പറയണേ. എന്തോന്ന്
യേശു മാത്രം കർത്താവാണെന്നൊക്കെ പറഞ്ഞാൽ നിർത്തണോ എന്ന് പറയുന്ന കാലം വരാൻ പോവുകയാണ്. സെല്ലോട്ടേപ്പ് വെച്ച് ഒട്ടിക്കുന്ന കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞതിന് മുമ്പേ പറഞ്ഞു തീർത്തോളൂ. സ്വോത്രം അല്ലേയും ഒക്കെ പറഞ്ഞു തീർത്തോളൂ. യേശു മാത്രം കർത്താവ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു തീർത്തോളൂ. അപ്പൊ നമുക്കതിന്റെ ചിന്തയിലേക്ക് അല്ലേ പറയേണ്ടി വരും. പകുതി കെട്ട് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ നേരത്തെ പറയുന്നതാണ്. സ്വോത്രം. ഞാനെന്ന് ചിന്തിക്കുന്നത് യേശുവിന്റെ 33 വർഷത്തിൽ 3 കൂട്ടർക്ക് യേശു ക്രിസ്തുവാണെന്ന് അഥവാ കർത്താവാണെന്ന് വെളിപ്പെട്ട് കിട്ടി. എത്ര കൂട്ടർക്ക്? 3 കൂട്ടർ. 3 കൂട്ടർക്ക് മനസ്സിലായി. വെളിപ്പെട്ടതിന് ശേഷം മനസ്സിലായി. 3 കൂട്ടർക്ക് വെളിപ്പെട്ട് കിട്ടി, മനസ്സിലായി, പക്ഷെ സംശയിച്ചു. എത്ര കൂട്ടം ആളുകളായി? 9. ഒന്നാമത്തെ കൂട്ടര് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോസ്തലനെ വായിക്കണം. അവിടെ പൗലോസ് എന്തോ പ്രസംഗിച്ചുകൊണ്ടിരുന്നേ? യേശു തന്നെ ക്രിസ്തു. നിങ്ങൾ ക്രൂശിച്ച കൊന്ന ആ യേശുവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം. ഇതാണ് ഈ പൗലോസിന്റെ പ്രസംഗത്തിന്റെ സബ്ജക്ട്. അപ്പൊ നമ്മൾ പറയുന്നത് യേശു, മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തുവാണ്, ദൈവമാണെന്ന് 3 കൂട്ടർക്ക് വെളിപ്പെട്ട് കിട്ടി. 3 കൂട്ടർക്ക് മനസ്സിലായി. 3 കൂട്ടർക്ക് വെളിപ്പെട്ട് കിട്ടി, മനസ്സിലായി, എന്നിട്ടും സംശയിച്ചു. ഇതിലേതാ പ്രസംഗിക്കേണ്ടത്? ഈ ഒരാൾക്ക്, അതും എന്റെ പ്രസംഗമാണ്, ഒരാൾക്ക് വെളിപ്പെട്ടും കിട്ടിയില്ല, മനസ്സിലായുമില്ല, സംശയിച്ചുമില്ല, എന്നിട്ടും യേശു ആ ആളോട് മാത്രം പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണ് മശിഹ. 10 പോയിന്റാ പ്രസംഗിക്കുന്നത്. 10 പോയിന്റ്. അതിൽ നമുക്ക് ഏതാണ് ഏറ്റവും ചേരുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ജനറൽ കൺവെൻഷൻ അല്ലയോ? അപ്പോ നല്ല അങ്ങനെ വിശ്വാസികൾ, പാസ്റ്റർമാര്, നാട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാന് എന്റെ പ്രസംഗത്തിന്റെ 3 പോയിന്റുകൾ 3 കൂട്ടർക്ക് വീതം വെച്ച് തരികയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംശയിച്ച 3 കൂട്ടരെയാണ് അവതരിപ്പിക്കുന്നത്. അതേതാ 3 കൂട്ടര്? യേശുവിന്റെ ദൈവത്വത്തെ സംശയിച്ച 3 കൂട്ടരാരാ? 1, നമ്മുടെ എല്ലാ പ്രസംഗങ്ങളും വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. ഇന്ന് ആദ്യത്തെ പോയിന്റ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാല് പാസ്റ്റർമാർ. ഇവരൊക്കെ സ്വന്തം പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളു. ഞാനിങ്ങനെ ഈ പിറകിലേക്ക് നോക്കി ഒന്നും പറയാറില്ല. ആദരണീയരായ ആളുകളൊക്കെ ആയിരിക്കുന്നത് വിനോദകുമാർ പാർശ്വ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്. അങ്ങനെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാൻ ഞാനില്ല. അപ്പൊ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സെൻട്രൽ പാർശ്വ അല്ലേ, സെൻട്രൽ പാർശ്വ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു സെൻട്രൽ പാർശ്വമായി കാണുന്നു. അപ്പോ ആ ഗൗരവമുള്ള അനുഗ്രഹിക്കപ്പെട്ട അവതരിക്കട്ടെ. അവർക്ക് സ്വന്തം പറയട്ടെ. നിങ്ങൾ അവര് സ്വന്തം പറഞ്ഞാലേ പറയുള്ളൂന്നും പറഞ്ഞിരിക്കരുത്. അവർക്ക് ചിലപ്പോൾ നടക്കുകയല്ല. നിങ്ങൾക്ക് വേണേ പറഞ്ഞു സ്വന്തം. അതുകൊണ്ട് അവരുടെ സൗകര്യത്തിന് പറയട്ടെ. അവരൊക്കെ പറയുന്നവരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെയൊക്കെ സ്വത്രത്തിന് പിന്തുണയുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നു. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പിന്തുണയുണ്ട്, ഇനി എവിടെ നിന്നും കൂടെ കിട്ടണം, വിറയിൽ നിന്നും കൂടെ കിട്ടണം. അങ്ങനെ ഉപദേശിമാരെ സ്വത്രമൊക്കെ പറയുന്നത് നമ്മളൊക്കെ പ്രസംഗം വേറൊരാളെ പ്രസംഗിക്കാൻ നമ്മൾ നോക്കുന്നു. അത് ഈ പാട്ടൊക്കെ ആദ്യം കേൾക്കാൻ വരുന്നത്, പാട്ട് കേൾക്കാൻ വേണ്ടി വരുന്നത്. എനിക്ക് അല്പമല്ലാത്തൊരു സങ്കടം തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ ജെറുസലേം വോയിസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പാട്ടാണ്. എത്ര മനോഹരമായ പാട്ടുകളാണ്. 6 മണിക്ക് പാട്ട് കൊടുക്കുമ്പം ഒരു മനുഷ്യനില്ല, കുറച്ച് സഹോദരിമാരുണ്ട്. നമ്മുടെ ഈ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടത് ഞങ്ങൾ കേൾക്കാത്ത പാട്ടൊന്നുമല്ല അവര് പാടുന്നത്. പക്ഷേ സംഗീതം ഞാൻ എവിടെയും പറയുന്ന കാര്യമാണ്, ഒരു ശുശ്രൂഷയാണ്. ആടുകൂടാനുള്ള കലാപരിപാടിയല്ല. നമ്മൾ തന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ആൾക്കാർ വന്നില്ല, ഒരു പാട്ടോടെ പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു പാട്ടോടെ
സ്വന്തം കാഴ്ചയിലേക്കും ഇടയ്ക്കൊന്ന് തൊട്ടത് അത് വരാൻ വേണ്ടിയിട്ട് അവരോ സ്വന്തം കാഴ്ച ഇടാതിരിക്കാനായി വൈകി വരുന്നത്, അവരെ പിടിക്കാനാണ് നമ്മളിരിക്കുന്നത്. എന്തോ ചെയ്യാൻ? അപ്പോ പാട്ട് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും ആസ്വദിച്ചിരിക്കുകയാണ്. എനിക്കിങ്ങനെ എല്ലാ പാട്ടും കേൾക്കാം. പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെ നിങ്ങൾ ഈ നമ്മുടെ കൺവെൻഷനൊക്കെ 6 മണിക്ക് എല്ലാവരും വന്നിരിക്കണം. പാട്ട് പാടുന്നതിന് കുറച്ച് ആളുകൾ വേണ്ടേ? സ്വത്രം അത്രയും മതി. അപ്പോ എല്ലാവരും സ്വത്രം പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്നോട് തന്നെ പ്രസംഗിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശേഖരിക്കുന്ന ഉപദേശിമാര് അവിടെയൊക്കെ ഉപദേശിമാരെ ഉണ്ടാവും. ഒരു ഉപദേശിക്ക് സംശയം യേശു തന്നെയാണോ കർത്താവ്? ആർക്ക് സംശയം? ഉപദേശിക്ക് സംശയം. ആളുകൾ ചിരി വരുന്നു, കൊടുക്കാവുന്നതില്ലേ? ഉപദേശിക്ക് സംശയം. 2, നാട്ടുകാർക്ക് സംശയം. യേശു മാത്രമാണോ കർത്താവ്? അല്ലെങ്കിൽ നാട്ടുകാർക്ക് സംശയം. 3, നിങ്ങൾക്ക് സംശയം, വിശ്വാസികളുടെ സംശയം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളതുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഉള്ളതുണ്ട്. ശ്രദ്ധിച്ചോളൂ. 1-ാമത്തെ ഭാഗം, യേശു തന്നെയാണോ ക്രിസ്തു എന്ന് സംശയിച്ച 1-ാമത്തെ വിഭാഗം ആരാന്ന് പറഞ്ഞ്? ഉപദേശിമാർ. നമുക്ക് ഉപദേശം പരിചയപ്പെടാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. മനസ്സിലായല്ലോ? ഉപദേശയുടെ പേരെന്തുവാ? യോഹന്നാൻ സ്നാപകൻ. സാധാ ഉപദേശമൊന്നും അല്ല കേട്ടോ. നമ്മളെക്കാളൊക്കെ ശ്രേഷ്ഠനായ ഒരു ആളാണ്. നമുക്ക് അതിന്റെ ഒരു ചെറിയ ചിന്തയിലേക്ക് ഒന്ന് കിടക്കാം. യോഹന്നാന് മുൻപ് യേശുവിന് ഒരു വഴിയൊരുക്കാൻ വന്നയാളാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഉതിർന്നു വീണ മനോഹരമായ ചില വാക്കുകളുണ്ട്. മിന്നലാട്ടം പോലെ. അത് യേശുവിനെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു അത്? എന്റെ പിന്നാലെ ഒരുവൻ വരും, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ എന്നേക്കാൾ വലിയവൻ, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, പതിർക്കിടാത്ത തീയിലിട്ട് ചുട്ടുകളയും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു. ഇപ്പൊ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, യേശു ക്രിസ്തു ക്രിസ്തുവാണെന്ന് ആർക്ക് മനസ്സിലായി? യോഹന്നാന് മനസ്സിലായി. ഇനി എപ്പോഴാണ് വെളിപ്പെട്ട് കിട്ടിയത്? കണ്ടോളാം. രണ്ടും കൂടെ സ്നാനക്കടവിലേക്ക് ഇറങ്ങുകയാണ്. അതൊക്കെ എന്റെ ഒരു പ്രസംഗ വിഷയം. ആ വെളിപ്പാട് നിങ്ങൾ കണ്ടോ? ഈ പിശാച് വന്നേച്ചും യോഹന്നാനെങ്ങനെ നോക്കി, എന്റെ ഭാവനയാണ്, നീ ആയിരിക്കുമില്ലേ ഏറ്റവും വലിയ പുള്ളി. അങ്ങനെ നോക്കിയപ്പോഴാണ് യേശുവാണ് വലിയവെന്ന് യോഹന്നാൻ പറയുന്നത്. അപ്പൊ പിശാച് വിചാരിച്ചു ഇവനായിരിക്കും വലിയവൻ. അപ്പൊ യേശു പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അപ്പൊ പിശാച് വിചാരിച്ചു എന്നാ പിന്നെ ഇവൻ തന്നെയായിരിക്കും വലിയ പുള്ളി. യോഹന്നാൻ പറയാ, ഞാൻ ഒരുപാട് പേരെ സ്നാനപ്പെടുത്തിയെങ്കിലും നിന്റെ കൈ കൊണ്ട് വേണമെങ്കിൽ ഞാൻ സ്നാനപ്പെടാം. അപ്പൊ പിശാച് വിചാരിച്ചു യേശു ആയിരിക്കും വലിയ പുള്ളി. അപ്പൊ യേശു പറയാ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്ക് നമുക്ക് ഉചിതം. അപ്പൊ പുള്ളി വിചാരിച്ചു യോഹന്നാനായിരിക്കും. ഇതുപോലെ മനസ്സിലായി. ഈ നമ്മളെ വട്ടം കറക്കുന്നവനാ പിശാച്, അവനെ വട്ടം കറക്കുന്നവനാണ് ദൈവം. പിടുത്തം കിട്ടിയില്ല ആരാ വലിയവൻ, ആരാന്ന് അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ഒരു അറിയിടാൻ പറ്റത്തുള്ളൂ. രണ്ടും കൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി നോക്കി നിൽക്കുമ്പോൾ യേശു മുങ്ങി, യോഹന്നാൻ മുക്കി. പുള്ളിക്ക് മനസ്സിലായി, മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ പാസ്റ്റർ. അപ്പൊ ആരാ വലിയവൻ? യോഹന്നാൻ. മനസ്സിൽ ചോദിച്ചോട്ട് കയറി വാ, നിന്റെ വട്ടകാരോ അരയിൽ പോലും ആരൊക്കെ പിടിച്ചു പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്. യേശു വെള്ളത്തിൽ നിന്ന് മുങ്ങി വന്നപ്പോ ആ ഡിക്ലറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വെളിപ്പാട്. മത്താനെ യാഗോ മറിയയുടെ ഭർത്താവായ
മറിയയുടെ സാധാരണ ആണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ വന്നപ്പോ മറിയയുടെ ഭർത്താവായ നമ്മളൊക്കെ നമ്മുടെ പെണ്ണുപിള്ളമാരുടെ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ആണോ? അവര് വിട്ടില്ല. ചിലര് അവളായിരിക്കും അവിടുത്തെ അവറാച്ചൻ. എന്നാലും എങ്ങനെയാണോ റേഷൻ കാർഡൊക്കെ നിങ്ങളുടെ പേരിലാക്കിയെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ഇപ്പോഴും നമ്മുടെ പേരിലല്ലേ വരുന്നത്. അപ്പോ അവിടെ വന്ന അടുത്ത വാക്യത്തിൽ യോസേഫ് ഇല്ല. അടുത്ത വാക്യത്തിൽ എന്താ? അവളിൽ നിന്ന് എന്തോ സ്തംഭിച്ചു നിൽക്കുമ്പോൾ സ്വർഗത്തിനൊരു ശബ്ദമുണ്ടായി. അതാണ് വെളിപ്പാട്. ഇവൻ എലീഹൂദിന്റെ മകനായ എലിയാസറിന്റെ മകനായ മത്താന്റെ മകനായ യാക്കോബിന്റെ മകനായ മറിയുടെ അങ്ങനെ യോസേഫിന്റെ മകനല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ ട്രീറ്റി തൃത്വം വെളിപ്പെടുന്ന സ്റ്റൈല് കണ്ടുള്ളത് നിങ്ങൾ. വെളിപ്പാട് മുകളിൽ പിതാവായ ദൈവത്തിന്റെ ശബ്ദം, താഴെ പുത്രൻ ഇങ്ങനെ നിൽക്കുന്നു, നനഞ്ഞു നിൽക്കുന്നു. ഒരാളുടെ കുറവുണ്ട്. ആരാ? പരിശുദ്ധാത്മാവിന്റെ. നോക്കി നിൽക്കുമ്പോൾ മേഘപാളികളെ കീറി മുറിച്ചുകൊണ്ട് ചിറകടി രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ വന്ന് പതിഞ്ഞു. മനസ്സിലായി, ഇവരാണ് ക്രിസ്തു. യോഗങ്ങളോ പറഞ്ഞ ആരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ, അവനാണ് ക്രിസ്തു. അവൻ കണ്ടു, മനസ്സിലായി, വെളിപ്പെട്ടും കിട്ടി. യേശുവാണ് ദൈവം. ഇത്ര നമുക്ക് മനസ്സിലായി. അങ്ങനെ യോഹന്നാന്റെ പ്രസംഗം പിന്നെ തകർത്ത് പ്രസംഗിക്കുക, അല്ലെങ്കിൽ തകർത്ത പ്രസംഗമാണ്. അധികാരികൾക്ക് നേരെയൊന്നും അണുവിട വ്യത്യാസമില്ലാതെ ശക്തമായി പ്രസംഗിച്ചു. അകത്തായി അങ്ങനെയാ ശക്തമായിട്ട് പ്രസംഗിച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ അകത്തായ ശേഷമാണ് ഞാൻ യോഹന്നാൻ സ്നാപകനിൽ ധ്യാനിക്കാൻ തുടങ്ങിയത്. ഈ ഭാഗം, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ. ഞാനിങ്ങനെ ചിന്തിച്ചു, യോഹന്നാൻ എന്തുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തോന്നിപ്പോയി. നമ്മുടെ വ്യത്യസ്തരൊന്നുമല്ല, എന്നാൽ അങ്ങനെ തോന്നിപ്പോയി. നമ്മള് പത്രോസ് തള്ളി പറഞ്ഞെങ്കിൽ വലിയ കുറ്റമായിട്ട് പറയുന്നത്. നമ്മൾ എത്ര തള്ളി പറഞ്ഞു, അത് വലിയ കാര്യമില്ല, അതുപോലെ പറഞ്ഞു. അപ്പോ യോഹന്നാൻ തടവിലായപ്പോൾ യോഹന്നാന്റെ വിചാരം പോയത് എന്റെ അനുമാനമാണ്. ഞാനിങ്ങനെ തടവിലായാലും പ്രശ്നമൊന്നും ഇല്ലെന്നേ. കാരണം ഞാൻ ആരെ കണ്ടാ വന്നിരിക്കുന്നത്? യേശുവിനെ. യേശു എന്താ പറയുന്നേ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ബദ്ധനായിട്ട് കിടക്കുകയല്ലേ, പോരാത്തിന് ഞാൻ പൊക്കിയെടുത്ത ആളല്ലേ. അപ്പൊ ആര് വരും? യേശു വരും, എന്നെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോകും. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ മനസ്സിൽ ചിന്ത വന്നത്, ചിലപ്പോൾ അതല്ലായിരിക്കാം, എന്റെ ഭാവനയാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, തടവറയിൽ വന്ന ശേഷം യോഹന്നാന്റെ ആത്മീയത്തിന് കുറവൊന്നും ഉണ്ടായില്ല. ഒന്നാം ദിവസം നൃത്ത ചുവടുകളോടെ പാടി കാണാം, നീങ്ങിപ്പോയി. അത് പാടുന്ന ഒരു നൃത്തച്ചോടില്ലേ? ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. നീങ്ങിപ്പോയി, അത് പാടുന്ന നൃത്തച്ചോട്. നീങ്ങിപ്പോയി എന്റെ. പക്ഷെ യേശു വന്നില്ല. രണ്ടാം ദിവസം പാട്ടിന്റെ പാറ്റേൺ മാറ്റി. കഷ്ടതയിലും ആടുവാൻ, അഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയേറുക നിറഞ്ഞ പിടിച്ചു നിൽക്കാൻ കൃപ തരണേ. രണ്ടാം ദിവസം യേശു വന്നില്ല. മൂന്നാം ദിവസം ആ പാട്ട് പാടിക്കാണും. ഏത് പാട്ട്? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് കയ്യിൽ തന്ന മേടിക്കല്ലാതെ യേശു വന്നില്ല. യേശുവിന്റെ ചില നേരത്തെ സ്വഭാവം ശേഖിച്ചും ആളുകളൊക്കെയാണ് ഈ ലാസറും കുടുംബമൊക്കെ. പക്ഷെ ചത്തിട്ടും പോയിട്ടില്ല, മരിച്ചിട്ടും പോയിട്ടില്ല. നമ്മുടെ വാസനെങ്ങാനും നമ്മുടെ വിശ്വാസി ഒരാൾ മരിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ പാസന്റെ അടക്കം എപ്പോഴാന്ന് ചോദിച്ചാൽ മതി. അല്ലെ തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞൊക്കെ ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യോഹന്നാൻ സാറിന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു. ഞാൻ ഇത്രയൊക്കെ ഉയർത്തി പറഞ്ഞിട്ടും കർത്താവിനോട് നിന്നിട്ടും യേശു എന്നെ വെടിവിക്കാത്തത് ഒരു ചിന്ത വന്നു. ആ ചിന്തയിൽ നിന്നൊരു സംശയം പൊങ്ങി വന്നു.
ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ചെന്ന് അന്വേഷിച്ചിട്ട് വാ, വരുവാനുള്ളവൻ നീയോ. അത്രയും പിന്നെയും കുഴപ്പമില്ല. അടുത്ത പദം, അതോ ഞങ്ങൾ വേറെ ഒരാളെ, വേറെ ഒരു ക്രിസ്തുവിനെ ഞങ്ങൾ കാത്തിരിക്കണോ? ആ ചോദ്യം വല്ലാതെ ചിന്തിച്ചു. അപ്പൊ ഇത്രനാളെന്താ പ്രസംഗിച്ചത്? വരാനുള്ളവൻ യേശുവാണ്, അഭിഷിക്തനാണ്, മശികയാണ് എന്ന പ്രസംഗമായിരുന്നു. ഇപ്പോഴെന്നെ അങ്ങനെ മാറ്റി പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു ഭാഗത്തേക്ക് ഞാൻ വരുന്നത്. ദൈവദാസന്മാരെ, എന്റെ സമപ്രായക്കാരും സഹപ്രവർത്തകരുമായ ദൈവദാസന്മാരെ, നമ്മളൊക്കെ ബലഹീനരാണ്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാനും പ്രസംഗിക്കാനും തിരുത്താനും നിൽക്കുകയല്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. പങ്കുവെക്കുകയാണ്, എല്ലാവരോടും പ്രസംഗിക്കണം. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് കരുതി യേശുവിന്റെ ദൈവത്വത്തെ പണയം വെക്കരുത്. എന്താണ് പറയാൻ കാര്യം? യോഗമാണേലും ഞങ്ങൾക്കുള്ള ദൂതങ്ങ് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു ട്രെൻഡ് ആയതൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ കണ്ടുവരുന്ന രീതി ഞാൻ പറയാം. ചില ആളുകൾ ഇപ്പം പഴയ വാഴക്കളത്തിലെത്തി, പഴയ വാളയത്തിലെത്തി. പഴയ വാളെന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെവിടെന്നാ വിട്ടുപോകുന്നത്? അവിടെ തന്നെ ചില ഭാഷന്മാര് തിരികെ എത്തി. നമ്മളൊരു യോഗം ഞാൻ ചെന്നപ്പം ഒരച്ഛൻ വന്ന് നിൽക്കുന്നു, ഒരു ബിഷപ്പ് വന്ന് നിൽക്കുന്നു. ശരിക്കും നോക്കിയപ്പം നേരത്തെ പാസ്റ്ററാണ്. പുള്ളി എന്നോട് പറയാ, നമുക്ക് തമ്മിലൊന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞ കാണുന്നുണ്ടാകും. എനിക്കറിയാം ഈ കുപ്പായത്തിന്റെ മഹത്വമൊക്കെ പറയാനായിരിക്കും പുള്ളി ചിന്തിക്കുന്നത്. പാസ് ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഞാൻ പറഞ്ഞു കാണണമെന്നില്ല. ഇതിന്റെ വിലയൊന്നും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, എന്തോ വില? മീറ്ററിന് ഒരു പക്ഷേ ഇത്ര രൂപ കാണുമായിരിക്കും, അതിനപ്പുറത്തോട്ടൊന്നും ചിന്തിക്കാൻ ഒക്കത്തില്ല. എല്ലാം നമ്മൾ വിട്ടതല്ലേ. ഇനി അങ്ങനെ വിട്ടുപോയ ചില ആളുകൾ പറഞ്ഞൊരു കാര്യം, ഈ നമ്മള് പിന്നെയും ഈ പട്ടത്ത സഭകളുടെ കുപ്പായൊക്കെ സ്വീകരിക്കുന്നവര് പറഞ്ഞ ഒരു കാര്യം എന്നോട് തന്നെ പറഞ്ഞാണ്, ഒരു സംരക്ഷണം വേണമെങ്കിൽ. എന്താ സംരക്ഷണം? നമുക്കല്ല, നമുക്ക് ദൂതന്മാരൊക്കെ കാണുമായിരിക്കുമല്ലോ. നമ്മുടെ ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് കുറെ ഉണ്ടാക്കി കാണും. എസ്റ്റേറ്റും ബംഗ്ലാവൊക്കെ കുറെ ഉണ്ടാക്കി കാണുമായിരിക്കും. ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഉപായം തിരുവേദിന്ന് വെച്ചപ്പോഴൊക്കെ പറഞ്ഞാലേ ഒരു സംരക്ഷണം ഉണ്ടാകും. എന്റെ മനസ്സിൽ ചോദ്യം ഉയർന്നു, അതിന് മാത്രം പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സമ്പാദിക്കാൻ പോയതിനാ? അത് പറഞ്ഞു. ശരിയായ ശിഷ്യൻ നേടുന്നവനല്ല, നഷ്ടമാക്കുന്നവനാ. ആവശ്യം കഴിഞ്ഞുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇതിനു മാത്രം വസ്തുക്കളൊക്കെ ഉണ്ടായത്. സ്വത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുറെ പേരങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ഈശാനമൂലനാണെന്നാ തോന്നുന്നു. ഈശാനമൂലൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വടക്ക് കിഴക്കൻ കാറ്റ്. വിശദീകരിക്കാൻ സമയം പോലെ ഞാൻ നിൽക്കുന്നൊരു പ്രസ്ഥാനത്തിലാണ്, അഗപ്പെ ഗോസ്പൽ മിഷൻ നിലമ്പൂര്. അതിന്റെ പാസ്റ്റാണ് ജോസ് പാസ്. സാധാരണക്കാരായ ഞങ്ങളുടെ ഒരു മറ്റമാണല്ലോ. എന്താ പറയുന്നത്? ശമ്പളം എന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ എല്ലാവർക്കും ശമ്പളം എന്നാ പറയുന്നത്. ഉപദേശിമാർക്കോ സപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ സ്വീപ്പർ ജോലി കിട്ടിയാലും പുള്ളിക്ക് കൊടുക്കുന്നവരെ സർക്കാർ എന്ത് കൊടുക്കുന്നത്? സപ്പോർട്ടല്ല, സർക്കാർ കൊടുക്കുന്നത് ശമ്പളം. നമുക്കുള്ളതോ സപ്പോർട്ട്. അപ്പൊ ഞാൻ കുറെ നാൾ മുമ്പ് എന്തോ ഈ സപ്പോർട്ട് ഇങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ ഒരാള് പറഞ്ഞു, പക്ഷേ ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിന്റെ പേരാണ് സപ്പോർട്ട്. കൊലയ്ക്കാൻ പോകുന്ന 20 മാസമൊക്കെ നല്ല കാര്യം പറയാതെ, ഈ ലീഡേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാല്
നമ്മളെ അവര് ഇങ്ങനെ മുള്ളാണിയെ നിർത്തും. എന്താണെന്നറിയാമോ? ഞങ്ങളിപ്പോ സപ്പോർട്ട് ചെയ്യുന്നു. വാഴ കൊലച്ച് മൂത്ത് കഴിയുമ്പോൾ ഈ സപ്പോർട്ട് എന്ത് ചെയ്യും? പിൻവലിക്കും. അതിന്റെ ഇംഗ്ലീഷിലെ പേര് സെൽഫ് ആകാണ്, സ്വയം പര്യാപ്തതയിലെത്തുക. എന്നിട്ട് ഈ ഊന്നെടുത്ത് ആർക്ക് കൊടുക്കും? വേറെ ഒരച്ചു കൊടുത്ത വാഴയ്ക്ക് കൊടുക്കും. അത് ലീഡേഴ്സിന്റെ സ്ഥിരം ശൈലി. നമ്മളെങ്ങനെ കൊടുപ്പിക്കാം? അവരെ വിറ്റ കാശുണ്ട് നമ്മുടെ വാഴക്കൊലകൾ മൂക്കാറില്ല. വർഷങ്ങളായി 10, 25, 30, 40 കൊല്ലമായി ഇവിടെ വാഴക്കൊല മൂത്ത് 500, 250 അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നു? ഇറങ്ങിയിട്ടുള്ള കാര്യം പോലും ഞാൻ വലിയ മെഗാ ചർച്ചകളെ കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളുടെ സാധാരണ സമരെ കുറിച്ചിട്ട്. എന്നിട്ടും ഈ ഇരിപ്പ് കണ്ടോ? എങ്ങനെ വിനോദ് ഇരിക്കുന്നത് എന്നോ നടന്നു വന്ന് കണ്ടപ്പോ ഒരു കൊമ്പനാന വരുന്നു. എന്നോ സെറ്റപ്പിലും വെച്ചായി വരുന്നേ. നിങ്ങള് എത്ര ശമ്പളം ഒന്നും ചോദിച്ചേക്കരുത്. ആണുങ്ങളോട് ശമ്പളവും പെണ്ണുങ്ങളോട് വയസ്സും ചോദിച്ചേക്കരുത്. ഞങ്ങൾ നുണ പറയട്ടെ. ഞങ്ങളോടൊക്കെ ഞാന് കല്യാണം കഴിച്ചെന്റെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോ 3 അളിയന്മാര് ഇളയളി മൂത്തവൻ ചോദിക്കുക, അളിയനെന്നാ പണിയെന്ന്. ഞാൻ പറഞ്ഞു ചോദിച്ചേക്കല്ലേ. രണ്ടാമത്തെ അളിയൻ സൈഡാണോ മെയിൻ ആണോ? ഞാൻ പറഞ്ഞു മെയിനാ. മൂന്നാമത്തെ അളിയൻ എങ്ങനാ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞ വിശ്വാസത്താല. ഭാര്യ ചിട്ടിയും കാര്യം അത് എപ്പോഴാണ് ഈ വെള്ളം വസ്ത്രമാണ് ഇട്ട് കാണുന്നത്. അന്നത്തെ ഈ സൂപ്പർവൈറ്റ് പൂജാലയും ഒക്കെ മുക്കി അവർക്കൊരു പ്രത്യേക പൂജ ഇടുന്നതൊക്കെ മുക്കിയിട്ട് കാണും. എന്റെ സഭയിൽ അന്ന് ആകപ്പാടാ 450 പൈസയ്ക്ക് സ്വത്രക്കാഴ്ചയുള്ളൂ. 43 കൊല്ലം മുമ്പ്. അത് സഭാ സെക്രട്ടറി എടുത്തോണ്ടു. അതിന്റെ പുള്ളിയുടെ വീട്ടിലെ ഉച്ചയ്ക്ക് ഊണ്. പുള്ളി അവരുടെ ഓടി കൊട്ടാൻ മേടിച്ച് പൊരിച്ചു തരും. പണി കഴിയും. വരവുക ചെലവുക ഇല്ല. കോഴിക്കൊട്ടയാ വരവുക ചെലവുക ഇല്ല. കോഴിക്കൊട്ട തീർന്നു. എന്നോട് ഇളയളിയെ പറയോ, എപ്പോ നോക്കിയോലും വെള്ള ഷർട്ടും വെള്ളമുണ്ടും അതിനും മാത്രം കിട്ടുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞു അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഉജാലയ്ക്കുള്ളത് മാത്രമേ. എന്നാലും ഞങ്ങളുടെയൊക്കെ ആ മുഖത്തുള്ള സന്തോഷം ഇവിടുത്തെ ജില്ലാ കളക്ടറെ കൊണ്ടുവന്ന്, ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുവന്ന്, നാളെ എന്താണെന്നും ഒരു 10 കാശിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായി അറിയില്ലെങ്കിലും ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന കാര്യം എന്താണെന്നറിയാമോ? ഊർക്കം വലിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെകളിൽ നടത്തിയ ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. അത് നാട്ടുകാരോട് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവമാണ്. ഇന്നലെ വരെ നടത്തിയ ദൈവം നാളെ നടത്തും, മരണം വരെ നടത്തുമെന്ന്. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരെ, എന്റെ കൂട്ടുവേലക്കാരെ, ഞങ്ങളൊക്കെ താമസിക്കുന്ന പാഴ്സനേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാഴ്സനേജ് ഇംഗ്ലീഷാ. ഞാൻ കേട്ടിരിക്കുന്ന പേര് പൊത്ത്. ഇപ്പോഴത്തെ പാഴ്സനേജ് ഗംഭീരമാണ്. പണ്ടൊക്കെ ഒരു സഭാഹാള്, അതിന്റെ സൈഡിൽ സഭാഹാളിന്റെ നീളത്തിന് ഒരു പാഴ്സനേജ്, വിശ്വാസ ഭവനം. സത്യമാണ്. അത് ആകെ ഒരു മുറി, 2 മുറി ഇടങ്ങളിലൊക്കെ കാണും. അത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ പ്രാകാരമാണ്. വെള്ളിയാഴ്ച 2-3 സഹോദരിമാര് വരുമ്പോൾ അത് വിശുദ്ധ സ്ഥലമായിട്ട് മാറും. ഞായറാഴ്ച രാവിലെ അത് കൃപാസനമായിട്ട് മാറും. ഞങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ പിള്ളേരൊക്കെ അവിടെ കയറിയിരുന്ന് അപ്പിടും, ഒത്തൊഴിക്കും. സഭക്കാര് വഴക്ക് പറയും, പാസിന്റെ പിള്ളേര് മര്യാദയില്ല, അവര് പിന്നെ മുൾപ്പില്. അവർക്ക് എന്തൊന്നും മുൾപ്പിട്ട് ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ അവരെ കളിസ്ഥലമാണ്. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ചത് യേശുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന്റെ പേരിൽ 4 അക്കവും 5 അക്കവും ഒക്കെ ശമ്പളം മേടിച്ചിരുന്ന ആളുകൾ അതൊക്കെ വിട്ടേച്ചും ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന്റെ പേരിൽ, നാടും നഗരവും വിട്ടതിന്റെ പേരിൽ, ഈ പുസ്തകമൊക്കെ എടുത്തതിന്റെ പേരിൽ കുടിച്ച കണ്ണുനീരിന് അളവില്ല. പക്ഷേ ഈ കലപ്പയിൽ നിന്ന് കൈയെടുക്കാത്തന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇതിന്റെ കൈയെടുക്കുന്നവൻ
ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ലെന്ന് യേശു പറഞ്ഞത് കൊണ്ടാണ് കൈയെടുക്കാത്തത്. ഒരു 10,000 വട്ടം കണ്ണുനീർ തൂകിക്കൊണ്ട് കൈവിടാൻ തോന്നിയിട്ടുണ്ടെങ്കിലും വിടത്തില്ല. ആരും വിടത്തില്ല. ഞങ്ങളല്ല. എനിക്ക് ഒരു പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എന്നാ ദൂഷണ വലിയ 10 പൈസ കയ്യിലില്ല. പിള്ളേരൊക്കെ മറ്റു പിള്ളേർ ചോദിക്കുന്നത് പോലെ വാങ്ങി കൊടുക്കാൻ നിർവാഹം, വാഹനമില്ല. ഇന്നത്തില്ല, പണ്ടത്തെ കാലത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മത്തായിയുടെ സുവിശേഷം 11 വായിച്ചു പഠിച്ചത്. മുഖങ്ങൾ അതിൽ ഭാഗമുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ, അടുത്ത പദം പറഞ്ഞ്, എന്റെ മുഖം ഏറ്റുകൊണ്ട്. അപ്പൊ സുവിശേഷ വേലയ്ക്കും വിശ്വാസ ജീവിതത്തിലേക്കും മുഖം വെച്ച ദൈവമക്കളെ, മുഖത്തിന്റെ 2 അറ്റത്തും 2 കാളയുണ്ടെന്ന്. അല്ലാതെ വടക്കേരിയിലെ ഒറ്റക്കാളയല്ലെന്ന്. 2 കാളയെ വെച്ച് കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 2 പുതിയ കാളയല്ലെന്ന്. പുതിയ കാള ഇവിടെ നടക്കത്തില്ല. ഒരു കാള പുതിയതും മറ്റേ കാള പഴയതും പുള്ളിക്ക് അറിയത്തുള്ളൂ. പൊളി കൂട്ടി വരുമ്പോഴേ, വെള്ളം കലങ്ങുമ്പോഴേ പുതിയ കാള കിടക്കും. അതിനൊന്നും വലിയ താല്പര്യമില്ല. അതിനെയാണ് പിന്നെ വാല് പിടിച്ച് കടിക്കുന്നതും തീപ്പെട്ടിക്കളി ഒരിച്ച് കത്തിക്കുന്നതും ശീമപ്പത്തിട്ട് അടിക്കുന്നതും ചെവിയെ നുള്ളുന്നതും ഒക്കെ അതിനെയാണ്. അതിന് വലിയ ബുദ്ധിമുട്ടാണിത്. ഇതറിയാവുന്ന യജമാനൻ മറുവശത്ത് തഴമ്പുള്ള, മുഖം ചുമന്ന തഴമ്പുള്ള ഒരു കാളയെ വെച്ചിട്ടുണ്ട്. അവനാണ് ഇവന്റെ ബലഹീനതയെല്ലാം ചുമന്നുകൊണ്ട് വലിച്ചിവനെ പരിശീലിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനടക്കം നിങ്ങളടക്കം അങ്ങനെ വലിയ വീരവാദം പറയാനൊന്നുമില്ലെന്നേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം വീണു പോയിട്ടുണ്ട്, പല പ്രാവശ്യം തളർന്നു പോയിട്ടുണ്ട്, പല പ്രാവശ്യം വാവിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നടന്നതും ജീവിച്ചതും എങ്ങനെയാണെന്നറിയാമോ? മറുവശത്തേക്ക് നോക്കിയപ്പോ അപ്പുറത്തൊരു കൂറ്റൻ കാള നിൽക്കുന്നു. 220 പൗണ്ട് ചുമന്നവൻ, എന്റെ ഭാരം ചുമക്കുന്ന മറ്റൊരുവൻ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ, കൈ പിടിക്കാമെന്ന് പറഞ്ഞവൻ, കണ്ണുകൾ തുടയ്ക്കാമെന്ന് പറഞ്ഞവൻ, എന്റെ സഹതാപം കാണിക്കുവാൻ കഴിയുന്നവൻ, എന്നെ കൂടെ വലിച്ചോണ്ട് പോകാൻ കഴിയുന്ന ഒരുവൻ മറുഭാഗത്തുള്ളത് കൊണ്ടാണ് ഇന്നവരെ മുൻപോട്ട് പോയെന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്നവരും അനുഭവിക്കുന്നവരും ഒന്ന് കരമടിച്ചു ദൈവമേ സ്തുതിക്കണം. കർത്താവ് കൈവിടത്തില്ലേ? അവരവിടെ ചെന്നിച്ചു നോക്കിയപ്പോ യേശു പറഞ്ഞു, എന്താ വന്നത്? കാര്യങ്ങളൊക്കെ കാണാൻ വന്നതാ. അവൾ നോക്കിയപ്പോ അവിടെ കൊള്ളന്മാര് കാണുന്നു, ചെകിടന്മാര് കേൾക്കുന്നു. അവർ ചെന്നിച്ചു പറഞ്ഞു, യോഹന്നാൻ ചോദിച്ചു, എന്നതാ അവിടെ കണ്ടത്? അവിടെ കൊള്ളന്മാര് വിടുവിക്കപ്പെടുന്നു. എന്നതാ അവിടെ കേട്ടത്? അവിടെ സുവിശേഷ പ്രസംഗം കേട്ടു. എന്നതായിരുന്നു സബ്ജക്ട്? അങ്ങനെ ഒരു ചെറിയ വചനം അറിയാവുന്നവരൊക്കെ പ്രസംഗിച്ചാൽ ഒരു വിഷയം കാണും. എനിക്കൊരു വിഷയമുണ്ട്, എന്താ യേശു മാത്രം കർത്താവ്. ശരീരമെന്ന് 1.5 മണിക്കൂർ പ്രസംഗിച്ചാലും ഒരു വിഷയവും ഇല്ല. അങ്ങനെയുള്ളവർ പോയി കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടാകുകയും ചെയ്യും. അതാണ് കാര്യം. എന്താ വിഷയം? എന്നതാ? ഒരു കാലം തിരിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഞാൻ പറഞ്ഞു, അല്ല, യേശു പ്രസംഗിച്ച വിഷയം യേശു അതാണ് പ്രസംഗിച്ചത്. അത് ഞാൻ പ്രസംഗിച്ച വിഷയമല്ലേ? യേശുവിന്റെ കോപ്പി അടിച്ചോണ്ട് അത് യേശു അതാ പ്രസംഗിച്ചത്. ഉറപ്പാണ്. ഞാൻ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച അതേ പ്രസംഗമാണ് യേശു പ്രസംഗിച്ചത്. ജയിലറയ്ക്കുള്ളിൽ അല്പസമയം മുഴങ്കാലം മടക്കി ധ്യാനിച്ചു കാണാം. അപ്പോഴാണ് യോഹന്നാന് പിടികിട്ടിയത്. ഇവൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയാൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിരുന്ന പ്രസംഗം നിന്നുപോയെന്നാ പുള്ളി വിചാരിച്ചത്. എന്നെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ ഞാനത് വീണ്ടും തുടർന്ന് പ്രസംഗിച്ചോളാം, ഇറക്കി തരാമോ എന്നാണ് ചോദിച്ചത്. യേശു പറഞ്ഞു, പ്രസംഗിച്ചത് മതി. എന്നേക്കാൾ 6 മാസം മുമ്പേ പ്രായമുള്ളല്ലോ, അത് മതി. ഒറ്റ പ്രസംഗം കൊണ്ട് തലതാലത്തിൽ വന്നെങ്കിലും നിന്റെ ആത്മാവിനെ തൊടാൻ രാജഭരണത്തിന് കഴിയത്തില്ല, ശരീരത്തെ തൊടാനേ കഴിയത്തുള്ളൂ. 6 മാസം മൂപ്പുണ്ടെങ്കിലും നിന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് തലതാലത്തിൽ അവന്റെ ആത്മാവ് അവിടെ ചെന്ന് നിൽക്ക്. 1
പാതാളത്തിലേക്ക് ഞാനും വരുന്നുണ്ട്, എന്നെ പരിചയപ്പെടാൻ അങ്ങോട്ട് പോ, ഞാൻ പിറകെ വരാമെന്ന് ദൂത് പറഞ്ഞോട്ടെ. ശാലേം ഗോസ്ബൽ മിഷന്റെ പ്രസിഡന്റ് മരിക്കും, ഒരു സമയം വരുമ്പം പേടിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഞാനും മരിക്കും, ഇവിടെ പാടിയ ആളുകളൊക്കെ മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് കല്ലുകുഴിയിൽ അറിയാം. എന്താണെന്നറിയാമോ? കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി ഞങ്ങൾ ഈ ദേശത്ത് ഉറക്കെ പറഞ്ഞ ദൈവവചനം പ്രസംഗിച്ചവരെല്ലാം മരിക്കും. പക്ഷേ ഞങ്ങളുടെ പ്രസംഗം ഇവിടെ മരിക്കുകയില്ലോ. പ്രാർത്ഥിക്കുന്നവരെ വേണമെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാം, പക്ഷേ പ്രാർത്ഥനയെ കൊല്ലാനൊക്കത്തില്ല. ഇന്ന് രാത്രിയിൽ മരിക്കാത്ത പ്രസംഗം നടത്താൻ, മരിക്കാത്ത പ്രാർത്ഥന നടത്താൻ ദൈവത്തിന് കൃപ ലഭിച്ച ദൈവജനത്തിനായി ഈ രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയോ. ബാറ്റും കൈമാറുന്ന രംഗം കണ്ടോ? നമ്മുടെ 400 മീറ്റർ റിലേ ഓട്ടം ഭാവന, 4ാമത്തെ ലാപ്പിൽ ഓടി വരുന്ന ഒരു പെങ്കൊച്ച്, അവന്റെ കാലിടറുന്നു, വീഴുന്നു എന്ന് തോന്നിയ ഫൈനൽ ലാപ്പിൽ ഓടാൻ നിൽക്കുന്ന പെൺകുട്ടി ഒരു 10 അടി പിറകോട്ടിറങ്ങി വീഴാൻ പോകുന്നവന്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പിടിച്ചു മേടിച്ച് പിറകിൽ നിന്ന് കുതിച്ചു മാഞ്ഞ് മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്ത് 1ാം സ്ഥാനത്ത് എത്തുന്നത് പോലെ യോഹന്നാന്റെ ആത്മാവിന് പരിമിതികൾ കണ്ട ക്രിസ്തു ഒരു 10 അടി പിറകോട്ടിറങ്ങി അവൻ പറഞ്ഞതേ സുവിശേഷത്തിന്റെ ബാറ്റൻ പിടിച്ചു മേടിച്ചിട്ട് അവന് സെന്റ് ഓഫ് കൊടുത്ത് യാത്രയാക്കിയിട്ട് പറഞ്ഞു, ബാക്കി ഞാൻ പ്രസംഗിച്ചോളാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ യാത്രയാക്കുന്ന കർത്താവിന്റെ കയ്യിൽ നമ്മുടെ പ്രസംഗം ബാക്കി ഏൽപ്പിക്കാൻ ആളുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷത്തിന് ഇവിടെ താൽക്കാലിക വിരാമമില്ല, പ്രാർത്ഥനകൾക്ക് താൽക്കാലിക വിരാമമില്ല. യേശു വരുന്നത് വരെ ഭാരതത്തിന്റെ മണ്ണിൽ, ഈ അടൂരിന്റെ മണ്ണിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ശ്രാവകന് മനസ്സിലായി, ഞാൻ പറഞ്ഞത് ബാക്കി പറയാൻ ആളുണ്ടെങ്കിൽ. സന്തോഷത്തോടെ യോഹന്നാൻ കടന്നുപോയി. അതുകൊണ്ട് നമുക്കും ബാക്കി വെക്കാം ആളുകളെ. സ്വത്രം ഒന്നുകൂടെ ഞങ്ങൾ പറഞ്ഞാൽ, ഞാൻ ഈ സുവിശേഷീകരണമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നാന്നറിയാമോ? നമ്മൾ ഈ ആൽമരം പോലെ ജീവിക്കരുത്. ലീഡേഴ്സ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനും ചെറിയൊരു ലീഡർ, ഞാനടക്കം ശ്രദ്ധിക്കണം. ആൽമരത്തിന് കുഴപ്പമുണ്ട്. എന്നറിയാമോ? അതേതിലും കവലയിൽ ഇങ്ങനെ വിശാലമായിട്ട് അങ്ങോട്ട് നിൽക്കും. ഒരു 250 കാക്കക്കൂടും, കുറച്ച് അതും ഇതും ഉണക്കക്കമ്പും, താഴെ ഒരു പെട്ടിക്കടയും ഒരു ആൽത്തറയും. അവിടെ പണിയില്ലാത്തവൻ ചീട്ട് വിളിച്ചു ബസ് കാത്തു നിന്നു. കമന്റ് പാസ്സാക്കിയിരിക്കുന്നവരെ കമല ഒരു പേര് വിടും, ആത്മാവ്, അല്ലെങ്കിൽ എന്തോ കൊച്ചാലമൂട്, അങ്ങനെ വേലക്കേട് വന്നു. ഒരു ദിവസം ആൽമരം അങ്ങോട്ട് മറിയുകയാണ്. 250 കാക്കക്കൂടും പോയി, ബസ്സുകാത്ത് നിൽക്കുന്ന ആളുടെ പുറത്തോട്ടം മറിഞ്ഞാടി, ആളും ചത്തും, വെട്ടിക്കടയും സ്ഥലം വിട്ടു. ആൽമരമില്ലെങ്കിലും ഇപ്പോഴും ആ സ്ഥലത്തിന്റെ പേരെന്തുവാ? ആൽത്തറ ജംഗ്ഷൻ എന്ന, കൊച്ചാലമൂടുന്ന. ഇതുപോലെ ഗതികെട്ട പ്രസ്ഥാനമായി നമ്മുടെ പ്രസ്ഥാനങ്ങൾ മാറരുത്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം അടക്കം സകല ലീഡേഴ്സിനോടും പറയുന്നത്, ആൽമരത്തിന്റെ ഷോ കാണിച്ചു നിൽക്കരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം കുറച്ചു പേർക്ക് തണലേകുന്ന ആൽമരമാകരുത്. നമ്മളെ യാത്ര പറഞ്ഞാലും ഇവിടെ മറ്റൊരു ആൽമരം ഉണ്ടാകണമെന്ന്. അതെന്തോ ചെയ്യണം? ഒത്തിരി ഒന്നും പ്രശസ്തി വന്നിൽ 250 കാക്കക്കൂടില്ലെങ്കിലും, 1/2 കിലോമീറ്റർ വിസ്താരമില്ലെങ്കിലും, അടുക്കളയിൽ തൊടിയിൽ നിൽക്കുന്ന ഒരു വാഴയായിട്ടെങ്കിലും നമ്മൾ നിന്നാ മതിയെന്നാ ഞാൻ പറയുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? 30 രൂപയ്ക്ക് മേടിച്ച വാഴക്കണ്ണ് കുഴിച്ചു വെച്ചപ്പോഴേ ചാവട്ടി ഒതുക്കിയപ്പോഴേ പറഞ്ഞു, ചാവട്ടിയാലെ ഞാൻ പുറത്തോട്ട് വരുമെന്ന്. 10ാമത്തെ മാസം വാക്കത്തിയുമായി ചെല്ലുമ്പോൾ 30 രൂപയ്ക്ക് പകരം 300 രൂപയുടെ വാഴക്കൊല നിൽക്കുന്നു. വെട്ടിയെടുത്ത് തിരിഞ്ഞു പോകുമ്പോൾ വാഴക്കൊല, അച്ഛാ ഇങ്ങോട്ട് നോക്കാം. നോക്കിയപ്പോ കരഞ്ഞോണ്ട് നിൽക്കുക വാഴ. സങ്കടമാണോ? അല്ലച്ചാ, ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. എന്താ കാര്യം?
വെച്ചത് 35 വാഴക്കണ്ണ്, തന്നത് 350 കൊല, വംശനാശ ഭീഷണി ഞങ്ങൾക്കില്ല. നോക്കിയപ്പം BA, BCom, BSc പഠിക്കുന്ന 3 പിള്ളേര് 3 ചുറ്റും നിൽക്കുന്നു. അത് താഴെ +1, +2 പഠിക്കുന്ന 2 എണ്ണം, അത് താഴെ LKG, UKG പഠിക്കുന്ന 2-3 എണ്ണം. അതിന്റെ ഒരെണ്ണെങ്കിലും മുള പൊട്ടി വരുന്നു. 6-ാം മാസം ഗർഭിണിയായ പെങ്കൊച്ചനെ പോലെ ഒരെണ്ണം പൊട്ടി വരുന്നു. ഒറ്റ വാഴക്കണ്ണ് വെച്ചതാ. ഒരു കൊലയും കൊടുത്തു, 9 വാഴക്കണ്ണും കൊടുത്തെന്ന് ഇന്ന് രാത്രി ദേശത്തോടെ ഞങ്ങൾ പറയുകയാണ്. 5 വർഷത്തെ ഭരണത്തിനിടയിൽ 548 മുസ്ലിമാരുടെ തലയെടുത്ത ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഈ മാർഗത്തെ അവസാനിപ്പിക്കാനൊക്കെ ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 രാഷ്ട്രീയ വാചകമാണെങ്കിൽ മടങ്ങി വരും, തിരിച്ചു വരും. ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തിന്റെ വചനം പറയാൻ ഈ മണ്ണിലുണ്ടാകുമെന്ന് പ്രത്യാശയോടെ നമുക്ക് വേല ചെയ്യും. കുറച്ച് ഇല്ലായ്മകളും, കുറച്ച് കഷ്ടപ്പാടുകളും, കുറച്ച് ബുദ്ധിമുട്ടുകളും, എല്ലാവരുടെയും ഫീസ് അടക്കുന്നതിന് പുനരവിച്ചിട്ട് വൈകിയാലും നമ്മുടെ ദൈവം നടത്തും. ഒരുമിച്ചൊരു സ്വന്തം പറഞ്ഞേണ്ട ദൈവമൊക്കെ. ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിച്ചു. എന്താണ്? ഉപദേശിമാരുടെ സംശയം അവിടെ അവസാനിപ്പിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. രണ്ടാമത്തെ കൂട്ടുകാരെന്നറിയാമല്ലോ, പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. യേശു ദൈവാലയത്തിൽ സലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങൾ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെന്ന് സ്പഷ്ടമായി പറയുക എന്ന് അവരോട് പറഞ്ഞു. ഒരുപാട് വിശദീകരിക്കുന്നില്ല. ശലോമോന്റെ മണ്ഡപത്തിൽ കൂടെ യേശു ഇങ്ങനെ നടക്കുക. അപ്പൊ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ഒടുവിൽ അവർ ചോദിച്ചു, ഒന്ന് നിൽക്കുക, എന്തിനാ നിൽക്കുന്നേ? നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. എന്താ ആശ കൊടുത്തത്? യേശു ആശ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവര് സ്വയം ആശ മേടിച്ചെടുത്തതാ. അവർ പറയാണ്, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായിട്ട് ഒന്ന് പറയാമോ? അതാണ് വിഷയം. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നറിയാമോ? ഉത്തരം പറയാം. യേശു ക്രിസ്തുവിനെ അവര് പഠിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില നേരത്ത് നോക്കുമ്പോൾ യേശു മനുഷ്യനെ പോലെ പെരുമാറുന്നു. അങ്ങനെ യേശു മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ യേശു ദൈവത്തെ പോലെ പെരുമാറുന്നു. ഇത് രണ്ടും അവര് കണ്ടു. രണ്ടും കണ്ടപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. നീ വാസ്തവത്തിൽ ക്രിസ്തുവാണോ എന്നൊരു സംശയമുണ്ടായി. ഉദാഹരണം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് വയലിലൂടെ പോകുമ്പോൾ വിശന്നിട്ട് എന്തോ പറിച്ചു തിന്നു? കതിര് പറിച്ചു തിന്നു. തിന്നപ്പോ അവര് പറഞ്ഞു കാണും, നടക്കുന്നതാ, ഈ കതിര് പറിച്ചു തിന്നില്ലേ ബാലൻസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോ പത്രോസോ യോഹന്നാനെ പറഞ്ഞു, മിണ്ടാതിരിക്കാൻ ചാത്ത, നാളെ കാര്യം ശരിയാവും, എന്നാലും ഞാൻ നാളെ ചിലപ്പോഴേ വരത്തുള്ളതൊക്കെ പറഞ്ഞു കാണും. പിറ്റേ ദിവസമാണ് 4000, 5000, 7000. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന് പറഞ്ഞപ്പോഴേ ഞെട്ടിപ്പോയി. കാരണം തലേ ദിവസം അതിനെ കുറച്ച് തിന്നവനോടാണ് പറയുന്നത്, നിങ്ങൾ അവർക്ക് ചാപ്പാട് കൊടുക്കാം. ബന്ധബന്ധിയായി ഇരുത്തി 5 അപ്പം എടുത്തു, അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി, അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000 വിളമ്പാൻ ഏൽപ്പിച്ചപ്പോൾ പത്രോസ് അടക്കം ഞെട്ടി. എന്താ കാര്യം? ഇവൻ സാധാരണ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചു ഇന്നലെ കതിര് പറിച്ചു തിന്നപ്പം. പക്ഷെ 5 അപ്പം എടുത്ത് 5000 കൊടുത്തിട്ടും കൊട്ട ശേഷിപ്പിച്ചപ്പോൾ അവര് പറയുകയാണ്, ഇവൻ മനുഷ്യനല്ല, ഇവൻ ദൈവപുത്രനാണെന്ന് അവർക്ക് മനസ്സിലായി. ശമരിയ സ്ത്രീയോട് പറയുന്നു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരണം. ആ ചോദ്യവും സംസാരം അവർ കേൾക്കുകയാണെങ്കിൽ എന്താ പറയും? മനുഷ്യനാണ്. കാരണം ഇവൻ ആരാന്നറിയത്തില്ല, പശ്ചാത്തലം എന്താണെന്ന് അറിയില്ല. ശമരിയക്കാർക്ക് യഹൂദന്മാരുമായി സമ്പർക്കമില്ല. 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗെരിസീം മലയിൽ വെച്ച് ആരാധനാലയം പണിത് വേർപെട്ടവരാണ്. ഈ യഹൂദനെ സംബന്ധിച്ച് ഒരു അന്യ സ്ത്രീയോടോ അന്യജാതിക്കാരനോടോ അപ്പക്കഷണം വാങ്ങി തിന്നാൽ പന്നിയുടെ മാംസം തിന്നുന്നതിന് തുല്യമാണെന്ന് ശഠിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ ഇവൻ എന്തുവായി കാണിക്കുന്നേ? ഈ പെങ്കൊച്ചാരാന്നറിയാതെ വെള്ളം മേടിച്ചു ചോദിക്കു കുടിക്കുന്നു.
അവൻ യേശുവാണെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. സംഭാഷണം സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുന്ന കണ്ടോളണം. നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഒരു നാളും ദാഹിക്കാത്ത ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ അവർ ഞെട്ടിക്കാണും അതെന്ത് ജീവനുള്ള വെള്ളമാണെന്ന്. പടകിന്റെ ഒരു ഭാഗത്ത് യേശു കയറുന്നു. അവൻ അമരത്തെ തകട വെച്ച് ഉറങ്ങുന്നു. ശിഷ്യന്മാരടക്കം പറഞ്ഞു കാണും അവൻ യേശു മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ്, നമ്മളെ പോലെ ക്ഷീണമുള്ളവനാണ്, ക്രൂസൈഡ് കരുതി കിടന്ന് ഉറങ്ങുകയാണെന്ന്. പക്ഷേ അടിയിളകുമാർ അലകൾ ഇളക്കിക്കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രചണ്ഡവാതകത്തെ കൈക്കരുത്തുകൊണ്ടും മസിൽ പവർ കൊണ്ടും പങ്കായം കൊണ്ടും പരിചയം കൊണ്ടും മറികടക്കാൻ ഒക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ അവൾ ഒരുമിച്ച് യേശുവിനെ വിളിച്ച് യേശു പറഞ്ഞു അമരുക. അല്പാക്ഷരങ്ങൾ കൊണ്ട് അവനിൽ മുഖത്തവയെ ശാന്തമാക്കിയപ്പോൾ കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു കണ്ടപ്പോൾ പറയുകയാണ്, കാറ്റും കടലും കൂടെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരാണ്? കല്ലുകുഴി ദേശനിവാസികളെ, ഞങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് യേശുവിന്റെ ദൈവത്വം ഒരു പരിധിവരെ പിടികിട്ടിയുള്ളൂവെങ്കിലും അവനെ പള്ളി പറയരുത്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുന്ന പോലെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പ്രസാദിച്ചുകൊണ്ടാണ് ഈ സുവിശേഷ യോഗം ഇന്ന് രാത്രിയിൽ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അന്നത്തെ വേറൊരു പ്രശ്നം, യോഗത്തിനൊക്കെ പോകാം, യേശുവിനെ യേശുവായിട്ടൊക്കെ കാണാം. ആരായിട്ട് പറയരുത്, ക്രിസ്തുവായിട്ട് പറയരുത്, മശിക ആയിട്ട് പറയരുത്, അഭിഷിക്തനായി എണ്ണരുത്. അങ്ങനെ കണക്കാക്കിയാൽ സംഭവിക്കുന്ന എന്നാണെന്നറിയാമോ? പള്ളിയിൽ നിന്ന് പുറത്താക്കും, പള്ളി ഭ്രഷ്ടനാക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ആക്കിയതാ അറിയാമോ? എന്റെ അപ്പനൊക്കെ 50-ൽ പരം കേസുകളിൽ പ്രതി, കൊലപാതക കേസ് അടക്കം. കള്ളുഷാപ്പിലും ചാരാഷാപ്പിലും ബാക്കിയുണ്ട്. ഞാൻ ചെന്ന് 2 കുപ്പി കാക്കുപ്പി ചാരായ അപ്പന് വെറുതെ തന്നു വിടും. അപ്പൻ അങ്ങോട്ട് ചെന്നാൽ അവിടെ ചാരായം കൊണ്ട് ജ്യൂസായി ബെഞ്ചും ഡെസ്കൊക്കെ എടുത്ത് ഓടിക്കും. 2 കളരിയിട്ട് പഠിപ്പിച്ചിരുന്ന ആളാണ്. നല്ല കൊമ്പൻ മീശ. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇരുന്നാരങ്ങ 2 മീശപ്പോട്ട് അകത്ത് കയറ്റി വെക്കുമെന്ന്. ഏതായിരുന്നാലും ഇത്രയൊക്കെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവസാനം 50-ാമത്തെ വയസ്സിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അന്നേരം പള്ളിയിൽ നിന്ന് കത്ത് വന്നു. എന്നറിയാമോ? സഭയുടെ സനാതനമായ ഉപദേശങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടാത്തത് കൊണ്ട് കള്ളം കുടിച്ച് പിന്നെ ആ പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മയുടെ മുലപ്പാല് കുടിച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് വെല്ലുവിളിച്ചപ്പോഴൊന്നും സനാതന മർമ്മത്തിന് തടസ്സം വന്നില്ല. ചാക്കപ്പൻ കള്ളുകൂടി നിർത്തി, വീടി വലി നിർത്തി, പട്ടച്ചാരായം കുടിക്കും നിർത്തി. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് യേശുവിന് സ്തുതി പാടാൻ വേദപുസ്തകമായി ഇറങ്ങിയ പള്ളിക്കാർ പറയുക, സനാതന മർമ്മത്തിന്റെ സഭയുടെ